നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. കോൺഗ്രസിൽ വി ഡി സതീശനെതിരെ പടപ്പുറപ്പാട് തുടങ്ങിയിട്ട് നാളുകളേറെയായി. നേരത്തെ വി ഡി സതീശനൊപ്പം നിന്ന MLA-മാർ പോലും ഇപ്പോൾ അദ്ദേഹത്തിന് എതിരാണ്. കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗത്തിൽ കടുത്ത ചില വിമർശനങ്ങൾ CR മഹേഷും മാത്യു കുഴൽനാടനും വി ഡി സതീശനെതിരെ ഉയർത്തിയിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം വന്നതിന് ശേഷം സതീശൻ ആരെയും സംരക്ഷിക്കുന്ന ആളല്ല എന്നുള്ള തോന്നലുണ്ടായത് കോൺഗ്രസ് MLA-മാരുടെ ഇടയിൽ ചിന്താക്കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ട്, വലിയ ഒരു പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഏതാണ്ട് 14 MLA-മാർ കൃത്യമായും വി ഡി സതീശന് എതിരാണെന്നാണ് കോൺഗ്രസിൽ നിന്നുള്ള സൂചനകൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. 14 MLA-മാർ വി ഡി സതീശന് എതിരെ നിൽക്കുകയാണ്. അത് എ ഗ്രൂപ്പിലെ PC വിശ്വനാഥ് അടക്കം, രാഹുൽ മാങ്കൂട്ടത്തിൽ, T സിദ്ദിഖ്, അതുപോലുള്ള AP അനിൽകുമാർ, KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, ഇരിക്കൂർ MLA സജീവ് ജോസഫ്, ഇവരെല്ലാവരും എ ഗ്രൂപ്പിലും KC വേണുഗോപാൽ ഗ്രൂപ്പിലും ഒക്കെ പെടുന്നവരാണ്. CR മഹേഷ് രമേശ് ചെന്നിത്തലയുടെ അടുത്ത ആളാണ്. ഇവരെല്ലാവരും ഏതാണ്ട് 14-15 MLA-മാർ കൃത്യമായിട്ടും വി ഡി സതീശനെതിരാണ് ഇപ്പോൾ കോൺഗ്രസിൽ. അങ്ങനെ വ്യക്തമായി കഴിഞ്ഞ സ്ഥിതിക്ക് കോൺഗ്രസിൽ ഇപ്പോൾ ഇതൊരു വലിയൊരു ചർച്ചാ വിഷയമാണ്. കാരണം നിയമസഭാ കക്ഷി നേതാവിനെതിരെ MLA-മാർ നിലകൊണ്ടാൽ അതിനർത്ഥം നേതൃമാറ്റം വേണമെന്ന് തന്നെയാണ്. പണ്ട് കരുണാകരനെതിരെ 40ഓളം MLA-മാർ അണിനിരുന്നപ്പോഴാണ് അദ്ദേഹത്തിന് നേതൃമാറ്റം വേണ്ടി വന്നത്. അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് പോകേണ്ടി വന്നത്. അതിനുശേഷം 2004-ൽ AK ആന്റണിക്കെതിരെ 45ഓളം കോൺഗ്രസ് MLA-മാർ അണിനിരുന്നു എന്ന് ഹൈക്കമാൻഡിന് ബോധ്യമായപ്പോഴാണ് അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കേണ്ടി വന്നത്. കോൺഗ്രസ് MLA-മാരിൽ ഭൂരിഭാഗം നിയമസഭാ കക്ഷി നേതാവിന് എതിരായാൽ അവിടെ നേതൃമാറ്റം ഉണ്ടാവുക സ്വാഭാവികമാണ്. ഏതാണ്ട് അത്തരത്തിലുള്ള പരിസ്ഥിതിയിലേക്കാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം പോകുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിന് ശേഷം വി ഡി സതീശനോട് അനുഭാവം പുലർത്തുന്ന MLA-മാർ കോൺഗ്രസിൽ വളരെ കുറഞ്ഞു വരികയാണ്. അങ്കമാലി MLA റോജി M ജോണിനെ പോലെ അപൂർവം ചിലർ മാത്രമേ ഇപ്പോൾ വി ഡി സതീശൻ്റെ കൂടെയുള്ളൂ എന്നാണ് കോൺഗ്രസ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബാക്കി 14, 15, 21 കോൺഗ്രസ് MLA-മാരിൽ ഏതാണ്ട് 3/2 വിഭാഗവും അല്ലെങ്കിൽ 3/2 പേരും വി ഡി സതീശന് കട്ടയ്ക്ക് എതിരായി നിൽക്കുകയാണ്. പലപ്പോഴും നിയമസഭാ കക്ഷി യോഗം വിളിക്കാതിരിക്കുകയും സതീശനെതിരെ വിമർശനം ഉണ്ടാകുമ്പോൾ നിയമസഭാ കക്ഷി യോഗം വേഗം പിരിച്ചുവിട്ട് അടുത്ത പരിപാടികളിലേക്ക് പോവുകയൊക്കെ ചെയ്യുന്നത് ഉൾപാർട്ടി ജനാധിപത്യം തന്നെ ഇല്ലാതാക്കുകയാണെന്നുള്ള ഒരു തരത്തിലുള്ള ആരോപണവും വിമർശനവും വി ഡി സതീശനെതിരെ ഉയർന്നിരുന്നു. മാത്രമല്ല KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് അടക്കമുള്ളവർ ഇക്കാര്യത്തിൽ സതീശന് എതിരാണെന്നുള്ള സൂചനയും കോൺഗ്രസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഏതായാലും 14-15 കോൺഗ്രസ് MLA-മാർ കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവിനെതിരെ ശക്തമായി നിലയുറപ്പിക്കുമ്പോൾ അത് പാർട്ടിയിൽ സൃഷ്ടിക്കുന്ന പ്രതിസന്ധി ചില്ലറയല്ലെന്ന് ഓർക്കണം. ഇത് ഹൈക്കമാൻഡിന് ബോധ്യമായിട്ടുണ്ട്. ഹൈക്കമാൻഡിൻ്റെ പ്രതിനിധി കേരളത്തിൻ്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി അവർ തിരുവനന്തപുരത്ത് തന്നെ വീടെടുത്ത് താമസിക്കുകയാണ്. അവർ നിരന്തരം MLA-മാരുമായി ആശയവിനിമയം നടത്തുന്നുണ്ട്. എന്നാൽ തെരഞ്ഞെടുപ്പ് വരെയെങ്കിലും ഇത്തരം പ്രശ്നങ്ങളില്ലാതെ പോകണമെന്നാണ് ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. 15 MLA-മാർ, കാരണം കോൺഗ്രസ് MLA-മാർക്കാർക്കും അല്ലെങ്കിൽ കോൺഗ്രസ് MLA-മാരും വി ഡി സതീശനുമായി ഒരു നല്ലൊരു ആശയവിനിമയമോ സൗഹൃദ അന്തരീക്ഷമോ ഇല്ല പാർട്ടിക്കുള്ളിൽ നിന്നുള്ള പരാതി എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം MLA-മാർക്ക് ചെവി കൊടുക്കാൻ തയ്യാറാകുന്നില്ല, MLA-മാരെ പരിഗണിക്കാൻ തയ്യാറാകുന്നില്ല, MLA-മാർ പറയുന്നത് കേൾക്കാൻ തയ്യാറാകുന്നില്ല എന്നൊരു പരാതി പൊതുവെ കോൺഗ്രസിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ MLA-മാർ തരം കിട്ടുമ്പോൾ, ഒരു സാഹചര്യം ഒത്തു വരുമ്പോൾ, അവസരം കിട്ടുമ്പോൾ വി ഡി സതീശനെതിരെ തിരിയുകയും സ്വാഭാവികമാണ്. എന്നാൽ ഈ വിഷയങ്ങൾ നേതൃത്വം ഇടപെട്ട് പരിഹരിക്കാൻ ശ്രമിക്കുന്നില്ല. ഹൈക്കമാൻഡ് ഇടപെട്ടോ അല്ലെങ്കിൽ സീനിയർ നേതാക്കൾ ഇടപെട്ടോ ഇതൊന്നും പരിഹരിക്കാൻ ശ്രമിക്കുന്നില്ല. ഇത് മൊത്തം ഒരു അലമ്പായി പോയിക്കോട്ടെ എന്നുള്ള ധാരണയാണ് ഈ കോൺഗ്രസ് നേതാക്കൾക്ക് എല്ലാവർക്കും ഉള്ളതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും സതീശനെതിരെ 14-15 MLA-മാർ ശക്തിയായി നിലയുറപ്പിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം അടക്കമുള്ള കാര്യങ്ങളിൽ കോൺഗ്രസിൻ്റെ കാര്യങ്ങൾ കൈവിട്ടു പോകാൻ കാരണം ഇദ്ദേഹത്തിൻ്റെ നിഷേധ മനസ്സാണ്, നിഷേധ സ്വഭാവമാണ്. അതുകൊണ്ട് ഈ സ്വഭാവമായി ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു സമീപന രീതിയുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് തിരിച്ചടിയേക്കുമെന്നും അതുകൊണ്ട് പ്രതിപക്ഷ നേതാവ് നിയമസഭാ കക്ഷി നേതാവായ വി ഡി സതീശൻ അദ്ദേഹത്തിൻ്റെ നിലപാടുകളൊന്നും തിരുത്തി മുന്നോട്ട് പോയില്ലെങ്കിൽ ഇനി സമയമില്ല എന്നാണ് ഈ MLA-മാർ പറയുന്നത്. അതുകൊണ്ട് 15ഓളം MLA-മാർ കടുത്ത എതിർപ്പ് വി ഡി സതീശനെതിരെ ഉയർത്തുകയാണ്. 21 MLA-മാരെ ആകെ കോൺഗ്രസിലുള്ളൂ നമ്മൾ ഓർക്കണം. അത് 15 പേരും അതിശക്തമായ എതിർപ്പ് ഉയർത്തുകയാണ്. 3ഓളം പേർ നിശബ്ദരായി എങ്ങും തൊടാതെ നിൽക്കുകയാണ്. പെരുമ്പാവൂർ MLA എൽദോസ് കുന്നപ്പള്ളി അടക്കമവർ എങ്ങും തൊടാതെ നിൽക്കുകയാണ്. ഈ നമ്മുടെ അങ്കമാലി MLA റോജി M ജോണിനെ പോലുള്ളവർ മാത്രമാണ് ഇപ്പോഴും സതീശനെ പിന്തുണയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ വി ഡി സതീശനെതിരെ ഈ MLA-മാരുടെ അസംതൃപ്തി ഹൈക്കമാൻഡ് ഗൗരവമായി വീക്ഷിക്കുന്നുമുണ്ട്.